ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി മുരിങ്ങക്കായും ഉണക്ക ചെമ്മീനും മാങ്ങയും ഇട്ട ഒരു കറിയാണ് കേട്ടോ. വളരെ രുചികരമായ ഈ ഒരു കറി നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ നമുക്ക് പാചകം തുടങ്ങാമല്ലേ. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മുരിങ്ങക്കായ എടുത്തിട്ട് തൊലിയൊക്കെ നീക്കം ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുക്കുക. 2-3 ചെറിയ നാടൻ തക്കാളിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് അരിഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഒരു 6-7 പച്ചമുളക് നടുകീറിയിട്ട് പിന്നെ ഒരു മാങ്ങയും ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. മാങ്ങ ഇതുപോലെ നീളത്തിൽ കഷ്ണങ്ങളാക്കിയതും ഞാൻ അതിൻ്റെ അണ്ടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള നമുക്ക് തേങ്ങ അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരവി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം ഞാൻ ഉണക്കച്ചെമ്മീൻ വറുത്തെടുത്തതാണ് കേട്ടോ. 10 രൂപയുടെ ഒരു പാക്കറ്റ് വെച്ച് ഉണക്കച്ചെമ്മീൻ മേടിക്കാം നമുക്ക്. എന്നിട്ട് അത് വറുത്തെടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുരിങ്ങക്കായും മാങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടോ. ഇനി നമ്മുടെ ഈ തേങ്ങ അരപ്പ് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു തവി വെച്ച് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. പച്ചമുളക് ഒരു 6-7 നടുകീറിയിട്ടിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും. പിന്നെ ഇനിയും ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തവി വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളക്കുകയൊന്നും വേണ്ട കേട്ടോ. കുറച്ച് നേരം ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് പതക്കാൻ വെച്ചാൽ മതി കേട്ടോ. 2-3 പ്രാവശ്യം തവിയായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരും ലാസ്റ്റ്. അപ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുത്ത് ഒന്ന് താളിക്കാൻ വെക്കാം. ഇനി നമുക്ക് താളിപ്പ് തയ്യാറാക്കാം കേട്ടോ. ഇനി നമുക്കൊരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മുരിങ്ങക്കായിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങക്കായ കറി റെഡിയായി കഴിഞ്ഞു. വളരെ രുചികരമായ ഉണക്കച്ചെമ്മീൻ മുരിങ്ങക്കായ കറിയാണിത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.